എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കട്ടകളെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. കട്ട എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ഈ ഹാർമോണിയത്തിൻ്റെ കട്ട, കീബോർഡിൻ്റെ കട്ട, പിയാനോൻ്റെ കട്ട. ഈ കട്ടകളാണ് അടിസ്ഥാനപരമായിട്ട് സംഗീതത്തിലെ നോട്ട്സായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതായത് ഇപ്പോൾ സരിഗമ പധനി എന്ന് പറയുന്ന അക്ഷരങ്ങൾ ഇന്ത്യൻ സംഗീതത്തിൽ, അതായത് ഹിന്ദുസ്ഥാനി സംഗീതത്തിലും കർണാടക സംഗീതത്തിലും അത്യാവശ്യം അറബിക് സംഗീതത്തിലൊക്കെ സരിഗമ പധനിയെ തന്നെ പറയുമെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എല്ലാവരും അല്ലെങ്കിലും സൂഫി സംഗീതത്തിൽ ഈ പറയുന്ന സരിഗമ പധനി തന്നെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അവർ സ്വരങ്ങൾ പാടുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കട്ടകൾ എന്ന് പറയുമ്പോൾ ഈ സരിഗമ പധനി എന്ന് പറയുന്ന അക്ഷരങ്ങളെയാണ് നമ്മൾ, അതായത് അത് വായിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മീഡിയയാണ് കട്ടകൾ എന്ന് പറയുന്നത്. അപ്പം ഈ കട്ടകൾ എങ്ങനെ നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഞാൻ പറയാനായിട്ട് ഞാൻ നിങ്ങളെ ഇന്നൊരു വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും വീഡിയോയിലേക്ക് നോക്കുക. പിന്നെ ഇപ്പം മുഖമില്ല, നമുക്ക് നേരെ കട്ടയിലേക്ക്. ഈ കട്ടകൾ എന്ന് പറയുമ്പോൾ ഹാർമോണിയം, കീബോർഡ്, പിയാനോ ഇതിലൊക്കെ ഒരേപോലെ തന്നെയാണ് കട്ടകൾ വിന്യസിച്ചിട്ടുള്ളത്. അതായത് 2 കറുപ്പക്കട്ട, 3 കറുപ്പക്കട്ട, 2 കറുപ്പക്കട്ട, 3 കറുപ്പക്കട്ട, അങ്ങനെ ഒരു കീബോർഡിനകത്ത് 61 കീസ് ഉള്ളതുണ്ട്, അതിനേക്കാളും കൂടുതലുള്ളതുണ്ട്. ചെറിയ കീബോർഡുകളുണ്ട്, അതായത് കട്ടകളുടെ എണ്ണം കുറഞ്ഞ കീബോർഡുകളുണ്ട്. പിന്നെ ഇതിന്റെ സൈസ് ചെറുതുണ്ട്, അതായത് ചെറിയ കീബോർഡുകൾക്ക്, അതായത് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോയി പഠിക്കാവുന്ന ടൈപ്പ് ചില കീബോർഡുകൾക്കൊക്കെ സൈസ് കുറഞ്ഞ കട്ടകൾ ആയിരിക്കും ഉണ്ടാവും അതിനകത്ത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തോളത്തിട്ട് കൊണ്ടുപോകാനൊക്കെ സൗകര്യത്തിന് വേണ്ട. അപ്പൊ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവൻ 1 കട്ടയ്ക്ക് പാടുന്നു, 1.5 കട്ടയ്ക്ക് പാടുന്നു, അവള് 5.5 കട്ടയ്ക്ക് പാടുന്നു, 5 കട്ടയ്ക്ക് പാടുന്നു എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ കട്ട എന്ന് പറയും, ഇതാണ് കട്ട. അതായത് ഇതാണ് നമുക്ക് സി എന്ന് പറയുന്ന കട്ട, ഇതാണ്. അല്ലെങ്കിൽ നമ്മൾ തൽക്കാലം സ എന്ന് പറയുന്ന കട്ട ഇതിൽ കണക്കാക്കാം. അത് കഴിഞ്ഞിട്ട് സ രെ ഗ മ പ ധ നി സ എന്ന് പറയുന്ന ശങ്കരാഭരണം അല്ലെങ്കിൽ മേജർ സ്കെയിലാണ് ഞാൻ പോയത്. സ രെ ഗ മ പ ധ നി സ ഇതൊരു വരലോണ്ട് വായിച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. എല്ലാ വരലും വായിച്ചത് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല, അതുകൊണ്ടാണ് അത് ചെയ്തത്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പുറത്ത് 1 സ രെ ഗ മ പ ധ നി സ. അങ്ങനെ സരിഗമ പധനിസ ഉള്ള 5 ഒക്ടേവുള്ള കീബോർഡാണ് ഇപ്പൊ എന്റെ മുമ്പിലിരിക്കുന്നത്. അത് 7 ഒക്ടീവിന്റെ ഉണ്ട്, 8 ഒക്ടീവിന്റെ ഉണ്ട്, അതുപോലെ തിരിച്ച് 4 ഒക്ടീവിന്റെ ഉണ്ട്, 2.5 ഒക്ടീവിന്റെ ഉണ്ട്. അപ്പൊ ഹാർമോണിയത്തിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരു ചെറിയ ഭാഗം ഉണ്ടാവുള്ളൂ, 2.5 ഒക്ടീവ് ഉണ്ടാവുള്ളൂ. ഇനി അടുത്ത കഥ എന്താണെങ്കിൽ, ഇതാണ് സി എന്നത്. 2 ബ്ലാക്ക് കട്ടർ ഫ്രണ്ടിൽ വരുന്നത് മുഴുവൻ സി തന്നെയാണ്. ഇത് ഒരു സി, ഇത് നെക്സ്റ്റ് ഒക്ടീവ്, ഇത് നെക്സ്റ്റ് ഒക്ടീവ്. പക്ഷെ ഒരേ ശബ്ദം തന്നെയായിരിക്കും പുറത്തേക്ക് വരുന്നത്. ഈ സി ഇന്റർനാഷണൽ ശ്രുതിയായിട്ട് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ്. എല്ലാ രാജ്യങ്ങളും സി എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ശ്രുതിയായിട്ട് അംഗീകരിച്ചത്. മറ്റുള്ളതൊന്നും ഇന്റർനാഷണൽ ശ്രുതിയിലോ അല്ലെങ്കിൽ ചേരാത്തതല്ല എന്നല്ല ടൈനർത്ഥം. അതായത് 440 എന്ന് പറയുന്ന ഇന്റർനാഷണൽ ശ്രുതി, ഒരു ഹെഡ്സ്, ആ 440 ഹെഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരേ ഒരു കീ ആണ് ഇപ്പുറത്ത് സി. അതുകൊണ്ട് തന്നെ സി എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ശ്രുതിയായിട്ട് നമുക്ക് കാണാം. അപ്പൊ സി എന്ന് പറഞ്ഞാൽ 2 കറുപ്പക്കട്ടയ്ക്ക് മുമ്പ് വരുന്ന ഇതാണ് സി. സി ഡി ഇ എഫ് ജി എ ബി സി. ഇതേപോലെ തന്നെ സ രെ ഗ മ പ ധ നി സ. ഇതില് സ എന്ന് പറയുന്നത് ഒരു കട്ടയായിട്ട് നമ്മൾ കണക്കാക്കുന്നു. ഇത് 1.5 കട്ട, ഇത് 2, 2.5 കട്ട, 3, 4, 4. അപ്പൊ 3-ന് അരക്കട്ടയില്ല, അതിന് പകരം 4ആണ്. 4, 4.5 കട്ട, 5, 5.5 കട്ട, 6, 6.5 കട്ട, 7, 8. പിന്നെ വീണ്ടും 8ാമത്തെ കട്ട വീണ്ടും ഈ സാ തന്നെയായിരിക്കും. ഇനിയിപ്പോ ഇത് ഡിയിലാണെങ്കിൽ ഇങ്ങനെ വരും. അതായത് സരി. അപ്പൊ ഡി തൊട്ട് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഡിയുടെ അക്ഷരങ്ങൾക്ക് അനുസരിച്ച് നമ്മളത് ഫിംഗർ മാറ്റി പിടിക്കണം. ഇനി ഇതൊക്കെ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ 5.5 കട്ടയ്ക്ക് പാടി എന്ന് പറയുമ്പോ സ, ഇപ്പൊ ഇതാണ് അവരെ പിച്ച്. സ പ സ എന്നുള്ളതാണ് അവരെ പിച്ച്. അപ്പൊ ഭാഗ്യലക്ഷ്മി പരം നമ്മനി സൗഭാഗ്യ. ഇത് ഫീമെയിൽ ട്യൂണുകൾ മറ്റും ഉപയോഗിക്കുന്ന പിച്ചുകളാണ് ഈ പറഞ്ഞ 5.5 കട്ട, പിന്നെ 5 കട്ട. ഭാഗ്യലക്ഷ്മി, അതായത് ഒരിക്കലും ഹൈ ടോണിലേക്ക് അവരുടെ ശബ്ദം പോവാത്തവരുണ്ട്, പോകുന്നവരുണ്ട്. പോവാത്തവരും പോവില്ല എന്നും പറയാൻ പറ്റുന്നില്ല. കാരണം
പോകുന്നവര് ഗംഭീരമായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ ചിത്ര ചേച്ചി പോലെ അങ്ങനത്തെ ആൾക്കാരൊക്കെ പാടുന്നത് ഒന്നാം ഘട്ടയിലൊക്കെ ഇരുന്ന് തന്നെയാണ്, സിനിമ പാട്ടുകളും ഇതൊക്കെ പാടിക്കൊണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അടുത്തത് ഒന്ന് ഘട്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ മനസ്സിലായി. അപ്പൊ ഇത് സ എന്ന് പറയുമ്പോ ഇത് ഒന്നാം ഘട്ട. സി തൊട്ട് നമ്മൾ കണക്കാക്കുന്നു, സി ഡി ഇ എഫ് ജി എ ബി സി. അപ്പൊ ശ്രുതി ബോക്സിനകത്ത് സി, സി ഷാർപ്പ്, ഡി, ഡി ഷാർപ്പ്, ഇ, എഫ്, എഫ് ഷാർപ്പ്, ജി, ജി ഷാർപ്പ്, എ, എ ഷാർപ്പ്, ബി എന്നൊക്കെ വെക്കുക. അപ്പൊ അതിനകത്ത് ഈ ജി ഷാർപ്പ് എന്ന് പറയുന്നതാണ് പെൺകുട്ടികളും പെണ്ണുങ്ങളും കോമൺലി അവർ ഉപയോഗിക്കുന്ന ശ്രുതിയാണ്. പിന്നെ ഇങ്ങനെ. അപ്പോ പുരുഷന്മാർ ഉപയോഗിക്കുന്ന ശബ്ദം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നര കട്ട, ഇതിന് ഒന്നര കട്ട, ഒന്ന്, ഇങ്ങനെ രണ്ട് ശ്രുതികളിലാണ് കൂടുതൽ പുരുഷന്മാർ ഉപയോഗിക്കുന്നുണ്ടായിട്ടുള്ളത്. പിന്നെ 2, 2.5, 3 പാടുന്നവരുണ്ട് കേട്ടോ, ഇല്ല അതൊന്നുമല്ല പറഞ്ഞത്. പക്ഷെ നമ്മൾ നോർമലി നമുക്ക് എല്ലാവരും പറയാം. അപ്പൊ ഇത് എന്താണ് കട്ടായെന്നുള്ളത് ഇതോടുകൂടി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ കീബോർഡിനകത്ത് ഇത് ചിലതിൽ 5 എണ്ണത്തിലുണ്ട്, ചിലത് 6 7 ചിലത് 8 ഒക്ടീവ് ഉള്ളതുണ്ട്, ഒക്കെ കീബോർഡുണ്ട്. അതുപോലെ തന്നെ കുറഞ്ഞതുണ്ട്, മറ്റേ 4 ഒക്ടീവ് ഉണ്ട്, 2 ഒക്ടീവ് ഉണ്ട്. ഹാർമോണിയം ഓൾമോസ്റ്റ് 2 ഒക്ടീവ് ഉണ്ടാവുള്ളൂ. കീബോർഡിന് ഒരു സ്റ്റാൻഡേർഡ് സൈസ് ഉണ്ട്. ഇതൊക്കെ സ്റ്റാൻഡേർഡ് സൈസ് കീബോർഡുകളാണ്. ഈ കീസൊക്കെ ഒരു സ്റ്റാൻഡേർഡ്. അപ്പൊ ഇതിങ്ങനെ നമ്മൾ എപ്പോ പഠിക്കുമ്പോഴും ഒരളവ് എവിടെ ഏത് കീബോർഡിൽ കൈവച്ചാലും ഏതാണ്ട് ഒരളവാവും. അതുകൊണ്ട് തന്നെ ഈ 2 കൈ കൊണ്ട് വായിക്കുന്ന പല വിദ്വാൻമാരും അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന പല സ്റ്റുഡൻസുകളോട് നമ്മൾ വൃത്തിയായിട്ട് പറയും, അതായത് ഈ ചെറിയ കീസുള്ള കീബോർഡ് മേടിക്കരുത്, അവർക്ക് കൈ പിൽക്കാലത്ത് തപ്പ് വരും, ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതുപോലെ തന്നെ ഈ മറ്റേ സ്റ്റാൻഡേർഡ് കീസുള്ളത് എടുക്കണം. അതുപോലെ പിയാനോ വെയിറ്റഡ് കീ, പിയാനോന്റെ ഈ ശബ്ദം പിയാനോന്റെ കീസിന്റെ ഒരു വെയിറ്റ് അത് അതുപോലെ ടച്ച് റെസ്പോൺസ് ഒരു സാധനം പി കീബോർഡിനകത്ത്. അതായത് പതുക്കെ തട്ടുമ്പോ പതുക്കെ ശബ്ദം, അമർത്ത ശബ്ദം കണ്ട, ഇതിനാണ് ടച്ച് റെസ്പോൺസ് എന്നൊക്കെ പറയാം. അപ്പൊ ഇങ്ങനെ ഒരു കീബോർഡും അല്ലെങ്കിൽ ഒരു കട്ടകൾ അല്ലെങ്കിൽ ഒരു കീബോർഡ് അതുപോലെ ഹാർമോണിയം ഇതൊക്കെ കണക്കാക്കുന്ന രീതി ഇങ്ങനെയാണ് എന്ന് പറയും.